എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അറിയാൻ പോകുന്നത് ഒരു ശിവമന്ത്രത്തെ പറ്റിയാണ്. ഒരു ശിവമന്ത്രത്തെക്കുറിച്ചാണ്. ഈ മന്ത്രം ദിവസവും ഉച്ചരിച്ചാൽ മതി. അപ്പോൾ മന്ത്രം എന്ന് പറയുന്നത് ഒരു സാധാരണ ശബ്ദമല്ല. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും ഒരു ശക്തിയുണ്ട്. അതാണ് മഹാന്മാരും സിദ്ധന്മാരും ഋഷികളും എല്ലാം പറഞ്ഞത്. മലയാളത്തിൽ ഓരോ അക്ഷരവും തന്നെ ഒരു മന്ത്രമാണ്. ഈ മുഴുവൻ ബ്രഹ്മാണ്ടവും ശക്തിയുടെ തരംഗങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് അല്ലേ? അതാണ് ഇന്നത്തെ ശാസ്ത്രവും അംഗീകരിച്ച കാര്യമാണത്. ഓരോ തരംഗത്തിനും ഒരു ശബ്ദമുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും ഒരു ശബ്ദത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്തു നോക്കാം. കൈ ചെവിയോട് ചേർത്ത് വെക്കുമ്പോൾ ചെവിക്കുള്ളിൽ ഒരു മുഴക്കമുണ്ടാകും. ആ മുഴക്കത്തിലൂടെ ഉണ്ടാകുന്ന ആ ശബ്ദത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓം എന്ന പ്രണവനാദത്തിൻ്റെ തരംഗങ്ങളാണത്. അപ്പോൾ ഈ തരംഗം പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ ഉള്ളതുപോലെ തന്നെ മനുഷ്യരിലും അതേ ശക്തി ഉണ്ടെന്നാണ് നമ്മുടെ സിദ്ധന്മാർ പറഞ്ഞിട്ടുള്ളത്. അണ്ഡത്തിൽ ഉള്ളത് പിണ്ഡത്തിലുമുണ്ട്. ഈ ബ്രഹ്മാണ്ടത്തിൽ ഉള്ള അതേ ശക്തി തന്നെയാണ് മനുഷ്യൻ്റെ ശരീരത്തിലുമുള്ളത്. ഓരോ അക്ഷരത്തിനും ഓരോ ശക്തിയുണ്ട്. ഈ ശക്തിയുള്ള അക്ഷരങ്ങൾ നിരന്തരം ഉച്ചരിക്കപ്പെടുമ്പോൾ അവ മന്ത്രങ്ങളായിട്ട് മാറും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ആരെങ്കിലും ഇപ്പോൾ നിങ്ങളോട് നിങ്ങൾ നല്ല ആളാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാം, നിങ്ങൾക്കിത് സാധിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷം തോന്നില്ലേ? ഒരു ആത്മവിശ്വാസം വരത്തില്ലേ? എനിക്ക് കഴിയും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളിൽ ജനിക്കില്ലേ? അതേസമയം ആരെങ്കിലും നിങ്ങളോട് നിരന്തരം നിങ്ങളെ അപമാനിച്ചാലോ നിങ്ങളോട് മോശമായി സംസാരിച്ചാലോ നിങ്ങൾക്ക് ദേഷ്യം വരും, നിരാശയുണ്ടാകും അല്ലേ? ശരീരത്തിലും മനസ്സിലും അതിൻ്റേതായ ഒരു പ്രതികരണം നിങ്ങൾക്ക് അനുഭവിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. രണ്ടും വെറും വാക്കുകളാണ്, ശബ്ദങ്ങളാണ്. പക്ഷേ നല്ല വാക്കുകൾ നല്ല വൈബ്രേഷൻസ് നിങ്ങളിൽ ഉണ്ടാക്കി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല വഴികാട്ടിയായിട്ട് മാറും. അതേപോലെ മോശം വാക്കുകളും മോശം ഫലങ്ങളും നൽകും. ഇങ്ങനെ നല്ല ശക്തികളെ ഒരുമിച്ച് ചേർത്ത് സിദ്ധന്മാർ സൃഷ്ടിച്ചതാണ് മന്ത്രങ്ങൾ. അത്തരത്തിലുള്ള മന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയായ പ്രണവ മന്ത്രത്തിൽ തുടങ്ങി അതിൽ തന്നെ അവസാനിക്കുന്ന ഒരു ശിവമന്ത്രം സിദ്ധന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ മന്ത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ മന്ത്രം ഓം ശിവ ശിവ ഓം. ഈ മന്ത്രം നമ്മൾ സ്ഥിരമായി ജപിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ ആവശ്യമായ പല അനുഗ്രഹങ്ങളും ലഭിക്കാൻ തുടങ്ങും എന്നാണ് അവർ പറയുന്നത്. സാധാരണ കുടുംബജീവിതത്തിൽ കഴിയുന്ന ഒരാൾ ശിവ ശിവ എന്ന് 2 പ്രാവശ്യം ജപിക്കാം. സന്യാസികളും ബ്രഹ്മചര്യം സ്വീകരിച്ചിരിക്കുന്നവരുമൊക്കെ 3 പ്രാവശ്യം ജപിക്കാമെന്നാണ് സിദ്ധന്മാർ കുറിപ്പിൽ പറയുന്നത്. ഒരു സാധാരണ മനുഷ്യനും ശിവതത്വത്തിലേക്ക് അടുക്കാൻ ഈ പ്രപഞ്ചത്തോടൊപ്പം ചേർത്ത് ഓം ശിവ ശിവ ഓം എന്ന മന്ത്രം ജപിക്കുമ്പോൾ ജീവിതത്തിന് ഒരു അർത്ഥം ലഭിക്കാൻ തുടങ്ങും. രാവിലെ എഴുന്നേറ്റ ഉടനെ സംസാരത്തിൽ ഈടുപെടാതെ കുറച്ച് നിമിഷങ്ങൾ ശാന്തമായി ഇരുന്ന ശേഷം ആദ്യം പറയുന്ന വാക്ക് ഓം ശിവ ശിവ ഓം ആണെങ്കിൽ ആ ജപം മനസ്സിനും ആത്മാവിനും ഒരു വിശുദ്ധമായ തുടക്കമാകുമെന്നാണ് സിദ്ധന്മാർ പറയുന്നത്. ഇങ്ങനെ ഭക്തിയോടെ ജപിക്കുന്നവരുടെ പാപങ്ങൾ ക്രമേണ അകന്ന് ആത്മശാന്തിയുടെയും മോക്ഷത്തിൻ്റെയും വഴിയിലേക്ക് അവർ നീങ്ങും എന്നാണ് പറയുന്നത്. ഓരോ സിദ്ധന്മാരും പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ അവർ കൂടുതലായി ചോദിക്കുന്നത് പിറവാ വരം തന്നെയാണ്. അതായത് ഈ ഭൂലോക ജീവിതം ഇനി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ നേരിട്ട് ദൈവത്തിൽ ശരണം പ്രാപിക്കട്ടെ എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. അതിനെയാണ് പിറവാ വരം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പാപങ്ങളും പുണ്യങ്ങളും അനുസരിച്ചാണ് അടുത്ത ജന്മങ്ങൾ രൂപപ്പെടുന്നത് എന്ന് ആത്മീയ കുറിപ്പുകളിൽ എല്ലാം ഉണ്ട് അല്ലേ? സിദ്ധറുകളും അത് തന്നെയാണ് പറയുന്നത്. പലരും മനുഷ്യജന്മമാണ് ഏറ്റവും ഉയർന്ന ജന്മം എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം എന്താണെന്ന് നോക്കിയാൽ മനുഷ്യജന്മം വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജന്മമാണ്. കാരണം എല്ലാ പാപങ്ങൾക്കും പുണ്യങ്ങൾക്കും കാരണമാകാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. ഈ ജന്മം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മോക്ഷസ്ഥിതിയിലേക്ക് എത്താം. തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ കൂടുതൽ താഴ്ന്ന അവസ്ഥകളിലേക്ക് ആത്മാവ് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യജന്മം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ മന്ത്രജപവും ധ്യാനവും വലിയ സഹായം ചെയ്യും നമ്മളെ. ശരിയായ ഉച്ചാരണവും മന്ത്രോച്ചാരണവും തുടർച്ചയായിട്ട് ചെയ്താൽ, അതേപോലെ ധ്യാനം ചെയ്താൽ നമ്മുടെ ചുറ്റും ഉള്ള ഒരു പോസിറ്റീവ് ഊർജ്ജ വലയം രൂപപ്പെടും.
ഈ നല്ല ഊർജം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നല്ല ആളുകളെയും നല്ല അനുഭവങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും. നമ്മളിലുള്ള മോശം സ്വഭാവങ്ങൾ പതിയെ മാറിത്തുടങ്ങും. നല്ല കാര്യങ്ങൾ ഒരു കാന്തം പോലെ ആയിരിക്കും നമ്മളിലേക്ക് വരാൻ തുടങ്ങുന്നത്. നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകളും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങും. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ ഉടൻ സംസാരിക്കുന്ന ആദ്യത്തെ വാക്ക് ഓം ശിവ ശിവ ഓം അല്ലെങ്കിൽ ഓം നമഃ ശിവായ ആകണം എന്ന് പറയുന്നത്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ കണ്ണുകൾ അടച്ച് കിടക്കയിൽ തന്നെ ഇരുന്നാലും മതി. ബ്രഷ് ചെയ്തില്ല എന്നുള്ള കാരണം വേണ്ട, ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആത്മാർത്ഥമായ മനസ്സോടെ ശ്വാസ നിയന്ത്രണത്തോടുകൂടി നിങ്ങളത് 9 പ്രാവശ്യം ഓം ശിവ ശിവ ഓം എന്ന് ശാന്തമായി ജപിച്ചു നോക്ക്. ആ ദിവസത്തിൻ്റെ തുടക്കം തന്നെ ഒരു നല്ല ഊർജത്തോടെ ആരംഭിക്കും. ആ ദിവസം നിങ്ങൾക്ക് കൂടുതൽ ശാന്തവും നല്ലതുമായ ദിവസങ്ങൾ മാറാൻ തുടങ്ങും. ഇത് തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്തു നോക്ക്. നിങ്ങളുടെ ചുറ്റും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ രൂപപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ഓറ സ്വാഭാവികമായിട്ട് ശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങും. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ആത്മവിശ്വാസവും വിജയവും വർദ്ധിക്കും. വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്തു നോക്ക്. ഓം ശിവ ശിവ ഓം. അത് വലിയ വിജയങ്ങളിലേക്കും നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തിലേക്കും നിങ്ങളെ നയിക്കുന്ന ഒരു മഹത് മന്ത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിലോ നിങ്ങൾ ശിവഭക്തിയുള്ള സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.